നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം നിലമ്പൂർ വിജയത്തിൽ ആഹ്ലാദ തിമിർപ്പിലാണ്. പക്ഷെ ഇതിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ആയ ശശി തരൂരിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും ഇതൊന്നുമേ അല്ല. കാരണം ഇലക്ഷൻ പ്രചരണ സമയത്ത് തന്നെ തരൂർ പ്രചരണത്തിന് എത്തിയില്ല എന്നും പ്രചരണത്തിന് വിളിച്ചില്ല എന്നും വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന തരത്തിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ ഒരു എന്താണ് പറയുന്നത്, വെറുക്കപ്പെട്ടവനോ മാറ്റി നിർത്തപ്പെട്ടവനോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം, ദ ഹിന്ദുവിൽ തരൂർ എഴുതിയ ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ധൂസ് ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ലേഖനം വളരെയധികം ശ്രദ്ധ നേടുകയാണ്. അതിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ടും എല്ലാം തരൂർ എഴുതിയിട്ടുണ്ട്. ഇതാദ്യമായല്ല ശശി തരൂർ മോദിയെ പ്രശംസിക്കുന്നതും അതിന്റെ ചില അനന്തര ഫലങ്ങൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ശരിക്കും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ട ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷത്തിനോടൊപ്പം നിൽക്കേണ്ട ഒന്നല്ലേ പ്രതിപക്ഷം. എനിക്ക് തരൂരിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് പലപ്പോഴും നേരത്തെ തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുക, എന്ത് ചെയ്താലും എതിർക്കുക എന്നതല്ല പ്രതിപക്ഷം, അല്ലേ? അങ്ങനല്ലേ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ പക്ഷേ തിരിച്ചാണ്. കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം നിരന്തരം, രാഹുൽ ഗാന്ധി പലപ്പോഴും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പോലും അവിടെ ഇരുന്നു കൊണ്ട് മോദി വിരുദ്ധത പറയുമ്പോൾ അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത് ഇന്ത്യയെ കുറിച്ചാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് മോദിക്കെതിരെ വിദേശങ്ങളിൽ ഇരുന്ന് പറയുന്നതും ഇന്ത്യയിൽ ഇരുന്ന് പല പല വിഷയങ്ങളിലും മോദിക്കെതിരെ പറയുന്നത്. അതൊരു ഇന്ത്യ വിരുദ്ധതയായി മറ്റ് രാജ്യക്കാർ മനസ്സിലാക്കും എന്നതിനെ കുറിച്ച് ഒരു ബോധമില്ലായിരുന്നു. പക്ഷെ അതിൽ ശശി തരൂർ അതിനൊരു അപമാനമാണ് എപ്പോഴും. അത് രാജ്യത്തിന് ഉപകാരപ്രദമായി ദേശീയതയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. കോൺഗ്രസിൽ അദ്ദേഹം ഉണ്ട്, കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും, കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലെങ്കിൽ പോലും എപ്പോഴും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം എപ്പോഴും നടത്താറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് പാർത്ഥൻ അതിനെക്കുറിച്ച്? വെസ്റ്റേൺ കൺട്രീസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് അവർക്ക് വലുത്. അവർ ഏതെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അവർക്ക് ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടി കൃത്യമായിട്ട് ഉള്ളിൽ പറയുകയും അവരുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ജനങ്ങൾക്ക് മുമ്പിൽ ഏറെക്കുറെ കാര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ പൊതുവികസനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതു കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഇന്ത്യയിലാകട്ടെ കുശുമ്പിൻ്റെയും കുന്നായ്മയുടെയും രാഷ്ട്രീയം, അസൂയയുടെ രാഷ്ട്രീയം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത് ചെയ്താൽ, ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാര്യം നല്ലത് ചെയ്താൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് പറയാതിരിക്കുകയും അതിലെന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ അത് മാത്രം പറയുന്ന ആളുകളുടെ നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഇനി നേരെ തിരിച്ചും, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ ചിന്തിക്കണം. അതായത് രാജ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് മാത്രം, അതായത് നമ്മുടെ സംസ്ഥാനം മാത്രമല്ലല്ലോ, ഒരു 28 സംസ്ഥാനങ്ങൾ ചേർന്നതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മറ്റ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് നിലപാടാണോ എടുക്കുന്നത് ആ നിലപാടിനെ നമ്മൾക്കുള്ളിൽ നിന്ന് തന്നെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് വലിയ പ്രശ്നമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ, പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് നടന്നത്. ആ സമയത്ത് പാകിസ്ഥാൻ നമ്മളെ തിരിച്ചടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്താണെന്നറിയോ? അതായത് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഒരു ട്വീറ്റാണ്. കർണാടക കോൺഗ്രസ് മോദി സർക്കാരിനെതിരായിക്കൊണ്ട് ചെയ്തിട്ടുള്ള ചില ട്വീറ്റ് ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അവിടെ അടിച്ചിട്ടില്ല, ഇത് വലിയ വ്യാജ പ്രചരണമാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ക്രൈസിസിൽ നിൽക്കുന്ന ഒരു സമയത്താണ് കർണാടകയിലെ കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇത് തീർത്തും രാജ്യവിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് പാർലമെൻറ്റും ലോക്സഭയും ചേരുന്ന സമയത്ത് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കൃത്യമായി പാർലമെൻറ്റിൽ ചോദിക്കുകയും മോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനോട് യാതൊരു വിയോജിപ്പുമില്ല. അതാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതാണ് ചെയ്യുന്നത്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടിച്ചത് രാജ്യമാണ്, അതായത് മോദിയല്ല. മോദിയുടെ ഗവൺമെൻറ്റോ അതിൻ്റെ പവർ മാത്രമല്ല അവിടെ കണ്ടത്, ഇന്ത്യയുടെ പവറാണ്, ഭാരതത്തിൻ്റെ പവറാണ്. അത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യേണ്ടത്, ആക്രമണത്തെ അപലപിക്കേണ്ടത്. സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ പോലും നമ്മൾ കണ്ടത് എന്താ? കേരളത്തിൽ പോലും പാകിസ്ഥാന് വേണ്ടി കരയുന്ന കുറേ ആളുകളെയാണ് നമ്മൾ കണ്ടത്. അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല, അവരോട് അതാക്കുന്നില്ല, മതപരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീകര താവളങ്ങളിൽ ആക്രമണം നടത്തി സിവിലിയൻസിനൊന്നും ഒരു കുഴപ്പവും പറ്റാതിരുന്നപ്പോൾ അവസാനം കേരളത്തിലുള്ളവർ
അടുത്ത് വേറെ ഒരു 3-4 പേരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ കണ്ടുപിടിച്ചോ അടുത്ത ചോദ്യമായിരുന്നു. അതെ, ഇവരെന്താണ്, ഇവരെവിടെയാണ്, ഇവർ കൊല്ലപ്പെട്ടോ, ഇവർ ഇല്ലയോ എന്നൊന്നും നമ്മുടെ സേന ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ ഒരുപാട് ആഭ്യന്തര രഹസ്യങ്ങളുണ്ട് അതിൽ. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെയാണ് ശശി തരൂർ ഒരു മാതൃകയാവുന്നത്. കാരണം ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല, അല്ലെങ്കിൽ എന്താണ് 8ാം ക്ലാസ്സും ഗുസ്തിയും പഠിച്ച് രാഷ്ട്രീയത്തിൽ ചേർന്ന് എനിക്കങ്ങ് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതി കോൺഗ്രസിലോട്ട് പോയതോ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങിയ മനുഷ്യനോ അല്ല ശശി തരൂർ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു വിശ്വപൗരനാണ്. കാരണം ലോകം കണ്ട പരിചയമുള്ള ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ അടക്കം പല ഉന്നത പദവികളിലും ഇരുന്ന ഒരു മനുഷ്യനാണ്. അംബാസഡറായി മാറിയ ഒക്കെ ആ രീതിയിലൊക്കെ മാറിയ ഒരു മനുഷ്യനാണ് ശശി തരൂർ. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം, ലോകരാജ്യങ്ങളെ അറിയാം, ഇന്ത്യയെ അറിയാം, എങ്ങനെ എവിടെ പെരുമാറണമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദി ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക്, എനിക്ക് തോന്നുന്നു അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിലേക്ക് ശശി തരൂരിനെയും സംഘത്തെയും അയച്ചിട്ടുള്ളത്. അവിടെ പോയി അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുതിരേണ്ടി വന്നത്, പാകിസ്ഥാൻ ഏത് സമയത്താണ് തിരിച്ചടിച്ചത്, പാകിസ്ഥാൻ തിരിച്ചടിച്ചപ്പോൾ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആരൊക്കെയാണ്, ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഗത്യന്തരമില്ലാതെയാണ് നമുക്ക് തിരിച്ചടിക്കേണ്ടി വന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ ഒരു യുദ്ധം തന്നെ മുന്നോട്ട് പോകും, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭീകര രാഷ്ട്രമാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് കൊളംബിയ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതിന് ആ പ്രസ്താവന പിൻവലിച്ചത്. അത് മാത്രമല്ല, ഈ പോയ സംഘത്തില് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ ചേർത്താണ് ആ ടീം രൂപീകരിച്ചത് തന്നെ. ഈ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നാനാത്വത്തിൽ ഏകത്വമാണ് ഈ ഭാരതം എന്ന് പറയുമല്ലോ. അപ്പം ആ നാനാത്വത്തിൽ ഏകത്വം എന്താണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കൂടിയായിരുന്നു ആ ഒരു സംഘത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ. അത് മോദിയെ അനുമോദിക്കുക തന്നെ വേണ്ടേ? തീർച്ചയായിട്ടും. കാരണം CPM നിന്നുള്ള ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളെ, അതിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ ആളുകളെയും അല്ല, അതായത് നന്നായി സംസാരിക്കുന്ന, നല്ല രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന കഴിവുള്ള ആളുകളെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് ഇപ്പം ജോൺ ബ്രിട്ടാസിനെ ആ രീതിയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് നന്നായി കാര്യങ്ങളെ സംസാരിക്കാനും അത് ഇൻട്രാക്ട് ചെയ്യാനും ചെയ്തൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ടാണ്. പൊളിറ്റിക്കലി അദ്ദേഹത്തെ എത്രത്തോളം കഴിവുണ്ട് എന്നത് മാറ്റി നിർത്താം, പക്ഷേ എന്തായാലും നന്നായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ അതിൽ ഉൾപ്പെടുത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഇന്ത്യയുടെ കാര്യങ്ങൾ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു. അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായി. അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു എതിർഭാവമാണ് കാണിച്ചത്. രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ ഒരിക്കലും കോൺഗ്രസ് എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്നത് പോലെ ഓൺ ചെയ്യാൻ തയ്യാറായിട്ടില്ല. അവിടെയും പൊളിറ്റിക്സ് കാണുക. കേരളത്തിലൊക്കെയുള്ള പല ആളുകളും ശശി തരൂരിനെ അദ്ദേഹം എന്തോ രാഷ്ട്രവിരുദ്ധനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധനാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. രാജ്യദ്രോഹിയാണ്, വർഗീയവാദിയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് മുൻകൈ എടുത്ത് പറഞ്ഞു വരുത്തുന്നു ശശി തരൂർ BJP-യിലേക്ക് എന്ന്. രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശ സന്ദർശനം നടത്തി രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെ ഉടനെ തന്നെ കോൺഗ്രസിൽ നിന്ന് മാറി അദ്ദേഹം BJP-യിലേക്ക് പോവുകയാണ്, ചാപ്പ കുത്തി കൊടുക്കുകയാണ് സംഘി. ഇപ്പോൾ ഇവിടെ വേറെ BJP-ക്ക് അനുകൂലമായിട്ടെന്നല്ല, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെതിരെയോ കോൺഗ്രസിനെതിരെയോ വേറെ ആർക്കെതിരെ എന്ത് സംസാരിച്ചാലും ഉടനെ അവരെ ചാപ്പ കുത്തി സംഖ്യയാക്കുകയാണ്. അതേ നടപടി തന്നെയാണ് ഈ അവരെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് ചാപ്പ കുത്തുന്ന ആൾക്കാർ അദ്ദേഹത്തെ സംഖ്യയാക്കുകയാണ്, സംഖ്യവൽക്കരണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂർ പറഞ്ഞ കാര്യം എന്താണ്? ശശി തരൂരിനെ സംഖ്യയാക്കാൻ നടക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. BJP-യെ പറ്റി ഇന്നേ വരെ ശശി തരൂർ BJP ഒരു നല്ല രാഷ്ട്രീയ കക്ഷിയാണെന്നോ, BJP-യുടെ ആശയം വളരെ വലിയ ആശയമാണെന്നോ, BJP ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നോ, BJP രാജ്യത്തെ വളരെ വളർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നോ എന്നൊരിക്കലും ശശി തരൂർ പറഞ്ഞിട്ടില്ലല്ലോ. ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള കാര്യങ്ങളാണ് ആര് സംസാരിച്ചിട്ടുള്ളത്? ശശി തരൂർ സംസാരിച്ചിട്ടുള്ളത്. അതിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇതൊരു BJP അനുകൂല പ്രസ്താവനയാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അല്ലാതെ എന്താ ചെയ്യേണ്ടത്? ശശി തരൂർ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി പറഞ്ഞതുപോലെ ഞങ്ങളുടെ രാജ്യം അത്ര നല്ല രാജ്യമൊന്നുമല്ല, ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമൊക്കെ ഉണ്ട്, സംഭവം ശരി തന്നെയാണ്, പക്ഷേ നരേന്ദ്രമോദി അത്ര ശരിയല്ല എന്നാണോ പറയേണ്ടത്? ഇത് പറയുന്ന കോൺഗ്രസ്സുകാർക്ക് നാണമില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഇത് കോൺഗ്രസിന് മാത്രം കുറ്റം പറയേണ്ടതല്ല. കേരളത്തിലെ ഇടതുപക്ഷക്കാരും കേരളത്തിലെ ഈ പറയുന്ന സുഡാപ്പി ടീമുകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിക്കാട്ടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും തന്നെ ആര് പറഞ്ഞിട്ടില്ല, അതായത് ശശി തരൂർ ഇങ്ങനെയൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇവരോട് നമ്മൾ ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചാൽ അവർ പറയും അതെ അങ്ങനെ തന്നെ പറയണം, അതായത് നരേന്ദ്രമോദി മോശമാണ് എന്ന് ലോകരാജ്യങ്ങളിൽ പോയി പറയണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നൊരു വികാരമില്ല, ഭാരതം എന്ന് പറയുന്നൊരു വികാരമില്ല. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ പിണറായി വിജയൻ എന്നുള്ള ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ. അത് ഏത് ലോകത്ത് പോയി പറഞ്ഞാലും അവർക്ക് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ അഖണ്ഡതയോ ഐക്യമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ശശി തരൂർ ഏറ്റവും അവസാനം പറഞ്ഞത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ എന്താണ് നിശ്ചയദാർഢ്യവും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതിനെപ്പോലും എന്താണ് കാണിക്കുന്നത്? ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വലിയ രീതിയിൽ ട്രോളുന്ന ആളുകളാണ്. ഇനി ഒരു കാര്യം കൂടി നോക്കണം. കേരളത്തിലെ വ്യാവസായികപരമായിട്ടുള്ള വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് വന്നതിനെ ശശി തരൂർ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാണ് എന്ന് കേരളത്തിലെ ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ശശി തരൂർ പറഞ്ഞു. ആ സമയം തുടങ്ങി കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരായി. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഒരിക്കലും സ്വാഗതം ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഇവരെ കുറ്റം തന്നെ പറഞ്ഞ് ഇടുങ്ങിയ മനസ്സായിരിക്കണമെന്ന് ചിന്തിക്കുന്ന CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെയുള്ള നാടാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ സംഖ്യയാക്കാനും ശശി തരൂർ എന്തോ മോശക്കാരനാണെന്ന് വരുത്താനും ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു വരുത്തി തീർക്കാനും ആർക്കാണ് ഇത്ര തിടുക്കമെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ശശി തരൂർ അധികം വൈകാതെ BJP-യിലെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശശി തരൂരിനെ പോലൊരു മനുഷ്യനെ എന്താണ് പിന്നെ നിൽക്കാനുള്ള പ്ലേസ് അല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് അതിനുള്ള അർഹതയില്ല. ശശി തരൂരിനെ താങ്ങാനുള്ള അർഹത കോൺഗ്രസിനില്ല. തങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വലിയ വിലപ്പെട്ട ഒരു കാര്യത്തെ മനസ്സിലാക്കാനോ അതിനെ ആ രീതിയിൽ എടുക്കാനോ ഉള്ള വിശാല മനസ്സും കോൺഗ്രസിൻ്റെ ആളുകൾക്കില്ല. ഈ പറയുന്ന KC വേണുഗോപാൽ പറഞ്ഞതുപോലെ എന്താണ് പിന്നെ ഈ ലക്ഷ്മണരേഖ മറികടന്നു കഴിഞ്ഞാൽ തരൂരിനെതിരെ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ആരാ പറയുന്നത് നോക്കണം, ഈ വേണുഗോപാലാണ്. ഈ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിയെ പോലും കുഴിയിൽ ചാടിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ശശി തരൂർ എടുക്കുന്ന നിലപാട് അത് BJP അനുകൂല നിലപാടല്ല, ഭരണത്തിൻ്റെ അതായത് ഭാരതത്തിൻ്റെ ഗവൺമെന്റിനും ഭാരതത്തിനും അനുകൂലമായ നിലപാടെടുക്കുന്നതിനെ നമുക്ക് സ്വാഗതം ചെയ്തേ മതിയാവും.